ഹായ്, ഞാനിപ്പോൾ ഉള്ളത് മൂകാംബികയാണ്. ഇന്നലെ രാത്രി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ സൗവർണിക നദി ഒന്ന് പോയി കാണണം, പിന്നെ കുടജാദ്രി പോകണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളത്. പിന്നെ കുടജാദ്രി പോയി വരാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. സൗവർണിക നദി കാണാനാണ് ഇപ്പോൾ പോകുന്നത്. സൗവർണിക നദീതീരത്തുള്ള പാർക്കിംഗ് ഏരിയയും അതിനടുത്തുള്ള ശ്രീ ഗണപതി ടെമ്പിളുമാണിത്. നദിയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയമാണിപ്പോൾ. മഴക്കാലത്ത് വളരെ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്ന നദിയാണിത്. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരെല്ലാം ഇവിടം സന്ദർശിക്കുന്നത് പതിവാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഇതൊരു പുണ്യ നദിയാണ്. സുപർണ എന്നു പേരുള്ള ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് മോക്ഷം പ്രാപിച്ചതിനാലാണ് ഇതിന് സൗപർണിക എന്ന് പേര് വന്നത് എന്നാണ് വിശ്വാസം. കൊല്ലൂർ നദി എന്നും ഇത് അറിയപ്പെടുന്നു. പല ഔഷധ സസ്യങ്ങളുടെയും ഇടയിലൂടെ ഒഴുകി വരുന്ന നദിയായതിനാൽ ഇതിൽ കുളിക്കുന്നതിലൂടെ രോഗശാന്തി ലഭിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. സൗവർണിക നദി കണ്ടതിന് ശേഷം കൊല്ലൂർ ടൗണിലേക്ക് നടക്കുകയാണ്. അവിടുന്ന് കുടജാദ്രിക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. കുടജാദ്രിക്ക് സർവീസ് നടത്തുന്ന ജീപ്പുകളാണ് ഇതെല്ലാം. രാവിലെ 9:10 കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്കുള്ള ജീപ്പിൽ യാത്ര ആരംഭിച്ചു. ഒരു ജീപ്പിൽ 8 പേരടങ്ങുന്ന സംഘമായാണ് യാത്ര. കൊല്ലൂരിൽ നിന്നും 40 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് കുടജാദ്രിയിലേക്ക്. ജീപ്പിൽ കുടജാദ്രി പോയി വരാൻ ഒരാൾക്ക് 470 രൂപയാണ് ചാർജ്. 400 രൂപ ജീപ്പിനും 70 രൂപ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും അടയ്ക്കാനുള്ളതാണ്. ചുരം റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കൊല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ജീപ്പുകളെല്ലാം ചുരം കഴിഞ്ഞതിന് ശേഷം നെട്ടൂർ എന്ന സ്ഥലത്ത് ചായ കുടിക്കാനായി നിർത്തും. കുടജാദ്രിയിലേക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ജീപ്പ് സർവീസും ഉണ്ട്. ഭക്ഷണത്തിനായി ഹോട്ടലിലേക്ക് നോക്കി നിൽക്കുന്ന പശുക്കളാണിത്. നെട്ടൂരിൽ നിന്നും യാത്ര ആരംഭിച്ചതിന് ശേഷം എത്തിയിരിക്കുന്നത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിലാണ്. ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ഫീസ് നിരക്കുകളും മുന്നറിയിപ്പ് ബോർഡും ഇവിടെ കാണാം. ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരുടെയും പേരും അഡ്രസ്സും ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുക്കണം. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് ശേഷമാണ് ടാർ ചെയ്യാത്ത റോഡ് ആരംഭിക്കുന്നത്. ജീപ്പിന് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശമാണ്.
ഇതൊരു സാഹസിക യാത്ര തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇതിലൂടെയുള്ള ജീപ്പ് യാത്ര. ഓരോ വളവുകൾ കഴിയുമ്പോഴും റോഡിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ചെങ്കുത്തായ കയറ്റങ്ങളും ഹെയർപിൻ വളവുകളുമാണ് ഈ വഴിയിലെ പ്രത്യേകതകൾ. എതിരെ മറ്റൊരു ജീപ്പ് വന്നാൽ സൈഡ് കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ഉരുളൻ കല്ലുകൾ റോഡിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജീപ്പിന്റെ എല്ലാ പാർട്സുകളും ഊരി തെറിച്ചു പോകുമെന്ന് നമുക്ക് തോന്നും. ഇതിലൂടെ നിത്യവും സർവീസ് നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ സമ്മതിക്കുക തന്നെ വേണം. പല സ്ഥലങ്ങളിലും എതിരെ വരുന്ന ജീപ്പിന് സൈഡ് കൊടുക്കുവാൻ റിവേഴ്സ് എടുക്കുകയോ സൈഡാക്കി ഒതുക്കി നിർത്തുകയോ ചെയ്യണം. രണ്ട് വാഹനങ്ങൾക്കും ഒരേ സമയം കടന്നു പോകുവാനുള്ള വീതി പല സ്ഥലങ്ങളിലും ഇല്ല. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും ചെറിയ പാറകൾക്ക് മുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. പാറകൾക്ക് മുകളിലൂടെയുള്ള ചെറിയ നീരുറവകളും പോകുന്ന വഴിയിൽ കാണാം.
ഓരോ സ്ഥലത്തും വിസ്മയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് ഈ യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇതുവരെ കണ്ട ഭൂപ്രകൃതിയല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. രാവിലെ 5 മണിക്ക് കൊല്ലൂരിൽ നിന്ന് സർവീസ് ആരംഭിച്ച് കുടജാദ്രിയിൽ പോയി തിരിച്ചു വരുന്ന ജീപ്പുകളാണിവ. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഭൂപ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കും. പുല്ലുകൾ നിറഞ്ഞ കുന്നുകളാണ് ഇവിടെ നമ്മളെ വരവേൽക്കുന്നത്. ഇവിടെ വരെയാണ് ജീപ്പ് സർവീസ് ഉള്ളത്. ഞങ്ങൾക്ക് മുമ്പേ വന്ന ഒട്ടനവധി ജീപ്പുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 10:50 ഇവിടെ എത്തിയത്. കൊല്ലൂരിൽ നിന്നും 1 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇവിടേക്കെടുത്ത സമയം. ഇവിടെ നിന്നും 2 കിലോമീറ്റർ നടന്നു വേണം സർവജ്ഞ പീഠത്തിലെത്താൻ. ശ്രീ പാർവതേശ്വര ടെമ്പിൾ മൂകാംബിക മൂലക്ഷേത്രമാണിത്. മൂകാംബിക ദേവി മൂകാസുരൻ എന്ന അസുരനെ വധിച്ചത് ഇവിടെയാണെന്ന് വിശ്വസിക്കുന്നു. നാഗതീർത്ഥത്തിലേക്കുള്ള വഴിയാണിത്. ഇവിടേക്കിപ്പോൾ പ്രവേശനമില്ല. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഈ വഴിയിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി വേണം സർവജ്ഞ പീഠത്തിലെത്താൻ. എൻ്റെ ജീപ്പിലുണ്ടായിരുന്ന കണ്ണൂരിൽ നിന്ന് വന്ന 3 പേരാണ് എൻ്റെ മുന്നിൽ നടന്നു പോകുന്നത്. നാക്കോടി എന്ന സ്ഥലത്തു നിന്നും നിട്ടൂർ എന്ന സ്ഥലത്തു നിന്നും ഇവിടേക്ക് ട്രെക്കിംഗ് നടത്താനുള്ള സൗകര്യമുണ്ട്. പ്രകൃതി ഒരുക്കിയ അത്ഭുത കാഴ്ചകളാണ് ഇവിടെയെല്ലാം നമ്മളെ വരവേൽക്കുന്നത്. മഴക്കാലത്തെ ശക്തമായ ജലമൊഴുക്കിൽ രൂപപ്പെട്ട ചാലാണിത്. സർവജ്ഞ പീഠം കണ്ട് തിരിച്ചു വരുന്ന ആളുകളാണ് ഇതെല്ലാം. കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയെല്ലാം ഇതുപോലെയുള്ള വലിയ പാറക്കല്ലുകൾ ഉണ്ട്. പശ്ചിമഘട്ട പർവ്വതനിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് കുടജാദ്രി. ഷിമോഗ ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും കർണാടകയിലെ 13ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും ആണിത്.
കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കണ്ട സന്ദർശകരിൽ അധികവും മലയാളികളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്. വളരെ വലിയൊരു കൊക്കയുടെ സൈഡിലൂടെയാണ് നടക്കുന്നത്. വർഷത്തിൽ 8 മാസവും മഴ ലഭിക്കുന്ന ഇവിടെ 750 സെന്റിമീറ്ററോളം മഴ ലഭിക്കാറുണ്ട്. മലയുടെ മുകളിൽ ശക്തമായ കാറ്റുണ്ടെങ്കിലും വെയിലിന്റെ ചൂട് അതികഠിനമാണ്. ഉയരം കൂടുന്തോറും പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുന്ന് താഴോട്ട് നോക്കിയിട്ട് കാണുന്നില്ല, ഫുൾ കോടയാണ്. ഇതുപോലെയുള്ള ചെടികൾ മലയോരങ്ങളിലെല്ലാം പൂത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ. ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പാറയിടുക്കിലൂടെയാണ് വഴി. കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള സർവജ്ഞ പീഠത്തിനരികെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. സർവജ്ഞ പീഠമാണ് ദൂരെ കാണുന്നത്. കുട്ടികളും പ്രായമായവരുമടക്കം ഒട്ടേറെ ആളുകളെ ഇവിടെ കാണാം. ദേവീ പ്രീതിക്കായി ആദിശങ്കരൻ തപസ് ചെയ്തത് ഈ സർവജ്ഞ പീഠം എന്ന കൽമണ്ഡപത്തിലാണ്. സംസ്കൃതത്തിലെ കുടകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രി എന്ന പേര് ഉണ്ടായത്. ചിത്രമൂലയ്ക്ക് പോകുന്ന ഈ വഴി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കൊല്ലൂർ ടൗൺ കാണാം. ഒട്ടേറെ പേർ ഫോട്ടോഷൂട്ടിനായി മലയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. സർവജ്ഞ പീഠത്തിൽ നിന്നും ഞാൻ തിരികെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഉച്ചസമയം 12 മണിയാണ്. ഇപ്പോഴും ഇവിടെ ശക്തമായ കോടയാണ് അനുഭവപ്പെടുന്നത്. ഇരുമ്പയിര് അടങ്ങിയ മണ്ണാണ് ഇവിടുത്തേത്. 20-ാം നൂറ്റാണ്ടിൽ അതിനായുള്ള ഉത്ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും പാരിസ്ഥിതിക പ്രശ്നത്തിന് സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഇടയ്ക്കിടെ സൂര്യപ്രകാശം വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ വരുന്ന മാറ്റം വളരെ മനോഹരമാണ്.
ഇപ്പോഴും ഒട്ടനവധി ആളുകൾ മല കയറി വരുന്നുണ്ട്. മലയിറങ്ങി തിരികെ ജീപ്പ് പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ദിവസേന 140ഓളം ജീപ്പുകൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ജീപ്പ് സർവീസ് ആണെങ്കിൽ ദിവസേന 2 സർവീസ് എങ്കിലും നടത്താൻ കഴിയുമെന്ന് ഡ്രൈവർ പറഞ്ഞു. പല വളവുകളിലും റോഡിന് വീതി കുറവായതിനാൽ ഇങ്ങനെ തുടർച്ചയായി ഹോണുകൾ മുഴക്കിയാണ് ജീപ്പ് മലയിറങ്ങുന്നത്. കുടജാദ്രിയിൽ കർണാടക സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങാനുള്ള സൗകര്യം ലഭ്യമാണ്. കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഈ മലനിരകളിൽ ഉണ്ട്. മലയുടെ മുകൾ ഭാഗത്തുള്ള നിരന്നൊരു സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ ജീപ്പ് പോകുന്നത്. കുടജാദ്രിയിൽ നിന്നും വൈകുന്നേരം 6 മണി വരെയേ കൊല്ലൂരിലേക്ക് ജീപ്പ് സർവീസ് ഉള്ളൂ. അഞ്ച് മണിക്കൂറിനടുത്ത് സമയം വേണം കൊല്ലൂരിൽ നിന്നും കുടജാദ്രി പോയി തിരികെ കൊല്ലൂരിലെത്താൻ. മല കയറുന്നത് പോലെ തന്നെ ദുഷ്കരമാണ് മലയിറക്കവും. ഒരു മൈലാണ് ജീപ്പിന് മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകുവാൻ കഴിയുന്ന വീതിയെ ഇവിടെ റോഡിനുള്ളൂ. മലയടിവാരത്തുള്ള ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കൊല്ലൂർ ടൗണിൽ ജീപ്പ് ഇറങ്ങിയ ശേഷം ഉടുപ്പിയിലേക്ക് പോകുവാനായി കൊല്ലൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. മംഗലാപുരത്തേക്കുള്ള ഈ ബസ്സിലാണ് ഉടുപ്പിയിലേക്ക് പോകുന്നത്. കൊല്ലൂരിൽ നിന്നും ഉടുപ്പിയിലേക്ക് 120 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ്. വൈകിട്ട് 5:30 ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിന്നും റൂമിലേക്ക് നടക്കുകയാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തുള്ള ചെറിയൊരു സ്ട്രീറ്റാണിത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് ഈ കാണുന്നത്. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യർ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യയിലെ മധുര എന്ന് ഇവിടെ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് പുറത്തുള്ള രഥമാണിത്. ക്ഷേത്രക്കുളമാണിത്. ക്ഷേത്രക്കുളത്തിനടുത്തായി പ്രത്യേക രീതിയിൽ മരക്കഷണങ്ങൾ അടുക്കി വെച്ചിട്ടുള്ളത് കാണാം. ക്ഷേത്രത്തിന് അടുത്തു തന്നെയുള്ള ശ്രീനിവാസ റെസിഡൻസിയിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. മറ്റ് കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.